ഏ ആ ചെറിയൊരു വ്ളോഗിങ് ഒക്കെ ഉണ്ട്. എന്തേ അവിടെ? ആ കഞ്ചാവാ? ഇത്രയും ബീച്ചിൽ പബ്ലിക്കായിട്ട് കഞ്ചാവ് വലിക്കേ? ഹലോ, ഇതാരാ മത്സ്യകന്യകേ? ഹലോ നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ പോവാൻ പോകുന്നത് ചെറായി ബീച്ചിലേക്കാണ്. അപ്പൊ നമുക്ക് പോവാം. ഓക്കേ. നമ്മളീ പോകുന്ന റൂട്ട് ഏതാന്ന് വെച്ചാൽ ചെറായി ജംഗ്ഷൻ്റെയും ചെറായി ഗവീശ ക്ഷേത്രത്തിൻ്റെയും നടുക്കൊരു രക്തേശ്വരി റോഡ് എന്ന് പറഞ്ഞിട്ട് റോഡുണ്ട്. ഈ റോഡ് വഴി നമുക്ക് പോയി കഴിഞ്ഞാൽ അതെ രണ്ട് സൈഡിലും ചെറയൊക്കെ ആയിട്ട് നടുക്കൂട്ട് റോഡ് പോകുന്നുണ്ട്. ഈ റോട്ടിൽ കൂടെ പോകുന്നൊരു വൈബ് ഒരു വേറെ ലെവല് തന്നെയാണ്. അപ്പോൾ ഇതിൽ പോവാത്തരൊന്നും ഈ വഴി ഒരു തവണ ഒന്ന് പോയി നോക്കുക ബീച്ചിലേക്ക്. ഒരു രക്ഷയില്ല, അടിപൊളി റൂട്ടാണ്. രണ്ട് സൈഡിലും കായലൊക്കെ ആയിട്ട് ആൾക്കാരൊക്കെ ചൂണ്ടൊക്കെ ഇടുന്ന കാണാം നമുക്ക്. ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി വൈബ് തന്നെ. കണ്ട എങ്ങനെയുണ്ട് ഈ റൂട്ട്? ഒരു രക്ഷയില്ല, കിഡിലിൻ എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ പോവാത്തവരൊക്കെ ഈ വഴി ഒന്ന് പോയി നോക്കുക. എങ്ങനെയുണ്ട് ഈ സ്ഥലം? അടിപൊളിയല്ലേ? ഈ വഴി വന്ന് നമ്മളിതേ ബീച്ചിൻ്റെ ഇവിടെ എത്തി. ഇപ്പം എൻ്റെ ലെഫ്റ്റിലേക്കുള്ള സ്ഥലം നമ്മൾ കുഴിപ്പള്ളി ബീച്ച് കേട്ടില്ലേ, ആ ബീച്ചിലേക്ക് പോകുന്ന വഴി. റൈറ്റിലേക്ക് നമ്മൾ ചെറായുടെ മെയിൻ ബീച്ച്. അപ്പോൾ ഈ എത്തിച്ചേർന്ന സ്ഥലം ഇത് രക്തേശ്വരി ബീച്ച്, അംബേദ്കർ ബീച്ച് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അംബേദ്കറിൻ്റെ പ്രതിമയൊക്കെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം അങ്ങനെയൊക്കെ പറയും. അപ്പോൾ നമ്മൾക്ക് ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നേരെ ചെറായുടെ മെയിൻ ബീച്ചിലെത്തി. ഓ സൂപ്പർ! അങ്ങനെ നമ്മള് ബീച്ചിലെത്തി, ചെറായി ബീച്ചില്. അടിപൊളി. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young, it has just begun as she puts her hand in mine. We wanna chase the night. ഇന്ന് ശരിക്കും തിരക്ക് കുറവാണ്, അല്ലെങ്കിൽ നല്ല തിരക്കുണ്ടാവും. ഇന്നെന്തായാലും തിരക്ക് കുറവാണ്. ഇവിടെ ബീച്ചിൽ തന്നെ കുറേ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അത്യാവശ്യം ബീച്ചിൽ ഇറങ്ങാൻ പറ്റിയ ചെറിയ ഷോർട്സ്, ടോർത്ത് അങ്ങനെ സാധനങ്ങളൊക്കെ കിട്ടും. As the afternoon, we lay awake in bed.
കക്കൂസ് വേണം. ഒഴിച്ചോ ഒഴിച്ചോ. ഇത് നോക്കിയിട്ട് പറ. ഇവിടെ ലൈഫ് ഗാർഡ്സ് ഒക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ബീച്ചിൽ ഇറങ്ങാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ അവർ ആ പരിധിയുടെ അപ്പുറം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വിസിലൊക്കെ അടിക്കും. അല്ലെങ്കിൽ കൂടുതൽ അപകടങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉള്ള കാരണം ഞാൻ അവരപ്പോൾ നിരീക്ഷണത്തിലുണ്ടാവും ഇവിടെ. Hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals that take us higher. വണ്ടിയൊക്കെ നമുക്കിവിടെ പാർക്ക് ചെയ്ത് തൊട്ടടുത്ത് തന്നെ പാർക്കിംഗ് സൗകര്യമുണ്ട്. നമുക്ക് അത് കഴിഞ്ഞ് നേരെ ഇവിടുത്തെ ബീച്ചിൽ ഇറങ്ങാൻ പറ്റും. Never stop as we shout from the top. We're gonna be two hearts running wild. Now the morning is the afternoon. We lay awake in bed. So loud as the hours pass, we're gonna do it all again. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be. ബീച്ചൊക്കെ അടിപൊളി, നല്ല വൈബാണ് കേട്ടോ ഇവിടെ. ആ ചെറിയൊരു വ്ളോഗിങ് ഒക്കെ ഉണ്ട്. എന്തേ അവിടെ? ആ കഞ്ചാവാ? ഇത്രയും ബീച്ചിൽ പബ്ലിക്കായിട്ട് കഞ്ചാവ് വലിക്കേ? ഒറ്റയ്ക്ക്? എന്തായാലും നോട്ടെ. ശരിയല്ല, അത് ചോദിച്ചിട്ട് തന്നെ കാര്യം. ചേട്ടാ എന്താ കുറെ നേരമായിട്ട് ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നില്ല? എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ്. എന്താ സംഭവം? അല്ല, അവിടെ ഉള്ള രണ്ടുപേര് പറഞ്ഞു ചേട്ടാ കഞ്ചാവ് വലിച്ചോണ്ടിരിക്കണെന്നാ. അത് അറിയാൻ വേണ്ടിട്ടാണ്. ഇവിടെ ഇത്ര ആൾക്കാർ ഉള്ളതാണ് ഈ ബീച്ചിൽ ഇങ്ങനെ കഞ്ചാവ്. ഓ കഞ്ചാവ് ബുക്കില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അതാണ് അവര് അങ്ങനെ പറഞ്ഞത്, കഞ്ചാവ് വലിക്കണം പറഞ്ഞു. പക്ഷെ എന്താണ് സംഭവം അല്ല? ഓക്കെ കഞ്ചാവ് നല്ലതാന്ന് പറയണല്ലോ ഇപ്പൊ. അതല്ലേ? എങ്ങനെയുണ്ട് അപ്പൊ കഞ്ചാവ് വലിച്ചിട്ടല്ല വായിച്ചിട്ട്? നല്ലതല്ല? ലിജീഷ് കുമാർ നല്ല അവാർഡുകളൊക്കെ കിട്ടിയ നോവലിസ്റ്റാണ്. അതല്ലേ? ഓക്കെ ഓക്കെ. ഗോൾഡൻ അവാർഡ്, രാമസ്വാമി അവാർഡ്, സരസ്വതി അവാർഡ്,
തുടങ്ങിയ പുരസ്കാരങ്ങളൊക്കെ കിട്ടിയൊരു ഇതാണ്. അത്യാവശ്യം കുഴപ്പമില്ല വായിക്കാന്നുള്ള. ഓക്കെ ഓക്കെ ഓക്കെ. ഇയാളെ ലഹരി പിടിപ്പിച്ച 25 ആളുകളെ, ഇയാളുടെ ജീവിതത്തിൽ ലഹരി പിടിപ്പിച്ച 25 ആൾക്കാരെ കുറിച്ചുള്ള ബുക്കാണ്. ആ ശരി. അപ്പൊ എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ലഹരി പിടിപ്പിക്കുമോ? ലഹരി പിടിപ്പിക്കില്ല. നമ്മളെന്തായാലും കഞ്ചാവ് ഉപയോഗിക്കണല്ലോ. അതെ, ഇങ്ങനെയെങ്കിലും കഞ്ചാവ് ഉപയോഗിക്കാം. ഓക്കെ ഓക്കെ. വേണോ കഞ്ചാവ്? കഞ്ചാവ് ഇപ്പൊ വേണ്ടി വരും. സംഭവം കഞ്ചാവ് നമുക്ക് വേണ്ടി വരും. എന്തായാലും സംഭവം അടിപൊളിയായി. ഓക്കെ ചേട്ടാ, താങ്ക് യു. താങ്ക് യു. ഹലോ, ഇതാരാ മത്സ്യകന്യകേ? അയ്യോ മത്സ്യകന്യക. വെള്ളമില്ലാത്ത സ്ഥലത്ത്, വെള്ളമില്ലാത്ത കാരണ മത്സ്യകന്യക എടുത്ത് വെള്ളത്തിൽ ഇട്ടാലോ നമുക്ക്? വേണ്ടേ? അതെ. അല്ല മത്സ്യത്തിനപ്പം നീങ്ങാൻ പറ്റില്ല, നീന്തി പോയിക്കൂടെ? നീന്താൻ അറിയില്ലേ മത്സ്യകന്യക്ക്? മീൻ പിടിക്കാൻ പോയ വഞ്ചിയാണ് തോന്നുന്നത്. അതൊക്കെ ഒന്ന് പോയി നോക്കാം. ഭാഗ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ മീൻ ഉണ്ടെങ്കിൽ നമുക്ക് അത് കാണുകയും ചെയ്യാം. അപ്പോൾ കറക്റ്റാണ്, അത് മീൻ പിടിച്ചു കൊണ്ടുവന്ന വഞ്ചിയാണ്. ഇപ്പോൾ ഒരു വഞ്ചി കയറ്റാണ്, കറക്റ്റ് കയറ്റാണ്. അപ്പോൾ നമുക്ക് ഒന്ന് കാണാട്ടോ. കണ്ട അവരോരോ മരത്തടികൾ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഇട്ടിട്ട് പതുക്കെ തള്ളി തള്ളി കയറ്റും. ഓ ഇനി ഫ്രണ്ടിലടുത്ത് തടി ഇങ്ങനെ ഇട്ടിട്ട് പതുക്കെ അതിൽ കൂടെ വേണം കയറ്റാൻ. അടിപൊളിയായാലും മീനുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം അത്. അടിപൊളി. അതുപോലെ ചാള കേട്ടോ, നല്ല ഫ്രഷ് ചാള വലയെന്ന് പറിച്ചിരുന്നു ചേച്ചി. അടിപൊളി.
ദേ മോനെ നല്ല പെടക്കണ ചാള, ജീവനോടെ ചാളെ കണ്ടോട്ടാ. ഏയ് അപ്പോൾ വഞ്ചിയിൽ വെച്ചതിന് കച്ചവടം. നല്ല പെടക്കുന്ന ചാള നമ്മളിത് വാങ്ങിക്കാൻ പോകും. ഈ ചാള വാങ്ങിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് മീൻ വാങ്ങിച്ചിട്ട് എന്തായാലും അതേപോലെ പെടക്കുന്ന ചാള കണ്ടിട്ടുണ്ട മക്കളെ. ഫ്രഷ് ചാള പിടിച്ചുകൊണ്ടിരുന്ന ജീവനുള്ള പെടക്കണ ചാള. ഓക്കെ, അതാണ് ഇവിടെ വന്നുള്ള ഗുണങ്ങൾ. അപ്പോൾ ഓക്കെ, ഇത്ര തന്നെ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ.